ജാസ്മിൻ്റെ ഇന്നലെ വന്നൊരു ഇന്റർവ്യൂ കുറച്ച് മുന്നേ കണ്ടിരുന്നു. സോ അതിനകത്ത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ജാസ്മിന് അവിടെ നേരിടേണ്ടി വരിക. അതിലൂടെയാണ് ജാസ്മിൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടെങ്കിലും ഇത്രയേറെ പ്രശസ്തി ഉണ്ടാവുന്നത് ബിഗ് ബോസിലൂടെയാണ്. സൈന സൗത്ത് പ്ലസിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ വളരെ ഭംഗിയായിട്ടാണ് അവതാരകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പുള്ളിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആങ്കറാണ് അദ്ദേഹം. വളരെ മാന്യമായിട്ട് വളരെ വൃത്തിയോടെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജാസ്മിൻ പരമാവധി മറുപടികൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ 2-3 ചോദ്യങ്ങൾ ജാസ്മിൻ ഒരു ഇന്റർവ്യൂവിൽ പ്രതികരിക്കണമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് വൃത്തിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ ജാസ്മിൻ പറഞ്ഞതിനോട് ഏറെക്കുറെ എനിക്ക് യോജിക്കാൻ പറ്റും. കാരണം ബിഗ് ബോസിനകത്ത് ഇത്തരത്തിൽ പലരും ചെയ്യും. ആര് ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്യണം, ആര് ചെയ്താൽ അത് വിവാദമാകുമെന്നൊക്കെ ബോസിനറിയാം. അത് ബോസ് ചെയ്യും. ആ ഒരു പാറ്റേൺ പിടിച്ചങ്ങ് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ തുമ്മിയതും മൂക്കി പിടിച്ചതും കാലിൽ തൊട്ടതും നഖം കടിച്ചതും ഒക്കെ വലിയ വിവാദമായി. പിന്നെ അതൊരു അതിജീവനമാണ് ആ ഒരു ഷോ എന്ന് പറയുന്നത്. ഈ സർവൈവ് ചെയ്യുന്ന സമയത്ത് ഈ വൃത്തിക്കൊക്കെ എത്ര പ്രസക്തി ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ വൃത്തി മറ്റുള്ളവരെ ബാധിക്കാതിരിക്കുക എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ അത്രയും വലിയ സർവൈവൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ സാധാരണ ഈ അതിജീവനം എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമിയിൽ പെട്ടുപോകുന്നു, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, അവിടെ ചെളിവെള്ളം കിടക്കുകയാണ്. ജാസ്മിൻ തന്നെ മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. അവിടെ ആ വെള്ളം വൃത്തിയുണ്ടോ, അതിൽ ബാക്ടീരിയ ഉണ്ടോ എന്നൊന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. ദാഹത്തിന് മുന്നിൽ ആ വെള്ളം കോരി കുടിക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യും ഒരു ഘട്ടം എത്തുമ്പോൾ. അതുപോലെ നഖം വെട്ടി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നെയിൽ കട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് തൻ്റെ കാലിൽ ആ ഒരു നഖമോ തോലോ എന്താന്ന് വെച്ചാൽ കടിച്ചത് എന്നൊക്കെയുള്ള മറുപടികളാണ് ജാസ്മിൻ പറയുന്നത്. അതൊന്നും ഞാൻ വലിയ ഗൗരവം കൊടുക്കുന്നില്ല. അതൊക്കെ അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ജാസ്മിൻ്റെ അത്തരം പ്രവൃത്തികൾ മറ്റൊരാളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ചായയിൽ തുമ്മുക, അത് മറ്റൊരാൾക്ക് കൊണ്ടു കൊടുക്കുക, ആ ഒരു പ്രവൃത്തി വേറൊരാളെ കൂടെ ബാധിക്കുന്ന കാര്യമാണ്. ആ ചായ തുമ്മിയിട്ട് ആ ചായ ജാസ്മിൻ തന്നെ കുടിച്ചെങ്കിൽ നമുക്ക് വിഷയമല്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷെ വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അത് മറ്റൊരാളെ കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് അത് വിവാദമാവുന്നത്. ആ തെറ്റ് ജാസ്മിൻ ഇന്റർവ്യൂവിൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെയും അത് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ എന്നും ക്രൂശിക്കുന്നതിലും കാര്യമൊന്നുമില്ല. അവർ സോറി പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഗബ്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് അൻസിബ ബിഗ് ബോസിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുറത്ത് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ ഇവിടെ എന്തിന് കൺഫ്യൂസ് ആകണം, കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ ഒരിക്കലും കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അൻസിബ പറഞ്ഞത് വലിയ കയ്യടി വാങ്ങി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ കാര്യം അവതാരകൻ കൃത്യമായിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല, എനിക്ക് ആ ഒരു ഇഷ്ടം അവനോട് തോന്നിപ്പോയി ഒരു ഘട്ടത്തിൽ. അപ്പോൾ അത് ഒരു പ്രണയത്തിലേക്ക് പോകാതെ ഞാൻ പിടിച്ചു വയ്ക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാര്യം അതിനൊറ്റ റീസണേ ഉള്ളൂ. അത് പുറത്ത് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരാളോട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് ബിഗ് ബോസിനകത്ത് വെച്ച് എനിക്ക് അവനോടൊരു ഇഷ്ടം തോന്നിയെങ്കിലും ആ ഇഷ്ടം ഒരു പ്രണയത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആ സത്യം അവിടെ തുറന്നു പറയുകയാണ് ചെയ്തത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ 2 റിലീജിയനാണ്, ഫാമിലി പരമായിട്ടും 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടും അത് പിടിച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഒരു ഇഷ്ടം അവിടെ വെച്ച് തോന്നി. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. മനുഷ്യനല്ലേ പുള്ളേ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ജാസ്മിൻ പറയുന്ന തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങളോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്നാൽ ബിഗ് ബോസിനകത്ത് ആദ്യമായിട്ട് പോയ ഒരാളല്ല ജാസ്മിൻ. ആദ്യത്തെ ഫീമെയിൽ കണ്ടസ്റ്റന്റോ ആദ്യത്തെ മെയിൽ കണ്ടസ്റ്റന്റോ അല്ല ജാസ്മിനും ഗബ്രിയും. ഈ സീസണിലുമല്ല, ഒരു സീസണിലുമല്ല. ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. കൂട്ടുകൂടി പൊരുതിയവരുണ്ട്. അവർക്കൊന്നും പരസ്പരം പ്രണയം തോന്നിയിട്ടില്ല. എന്നാൽ കൂട്ടുകൂടി പ്രണയം തോന്നിയവരുമുണ്ട്. അപ്പോൾ മനുഷ്യർ പലവിധമാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് പോയി കഴിയുമ്പോൾ കയ്യിൽ ചേർത്ത് പിടിക്കാൻ ഒരു കൈ വേണമെന്നോ, ചാരിക്കിടക്കാൻ ഒരു തോള് വേണമെന്നോ, ഒരു കൂട്ട് വേണമെന്നോ എല്ലാവർക്കും നിർബന്ധമില്ല. ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് പൊരുതാൻ കഴിയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇത്രയും സീസണുകളിൽ നിന്ന് നമ്മൾ അത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് ഇൻഡിവിജ്വലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ അത് ഒരു പൊതുവായിട്ട് അങ്ങനെയാണ് എന്ന രീതിയിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ജാസ്മിൻ അവിടെ ഒരു സപ്പോർട്ട് വേണമായിരുന്നു. ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു, ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ജാസ്മിന് തോന്നിയത് ഗബ്രിയാണ്. ഗബ്രിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് അവിടെ വേണമായിരുന്നു. ഗബ്രിക്കും ജാസ്മിനെ ട്രസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ രണ്ടുപേരും തുടക്കത്തിൽ കണ്ടന്റ് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നെയാണ് കോംബോ പിടിച്ചത്. അത് ജാസ്മിന് ചിലപ്പോൾ തുറന്ന് സമ്മതിക്കാൻ പറ്റില്ലായിരിക്കും. ഒന്നിച്ച് നിന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ കൂടി പുറത്തു പോകുന്നത് നല്ലതാണെന്ന് ജാസ്മിനും ഗബ്രിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ജാസ്മിൻ പിന്നീട് ഒരു അവസരത്തിൽ പറയുന്നുമുണ്ട്, നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് പുറത്ത് ഔട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല, വേറൊരു രീതിയിൽ തെറ്റായി പോയാലാണ് പ്രശ്നം എന്ന് ജാസ്മിൻ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ആ ഒരു കോംബോ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് അവർ തുടക്കത്തിൽ വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യനല്ലേ പുള്ളേ, നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും ഒരുപാട് അടുത്ത് പെരുമാറുമ്പോൾ, ഒരുപാട് പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ
ഈ പ്രായത്തിൻ്റെതായ ചാഞ്ചല്യങ്ങൾ മനസ്സിലുണ്ടാവുകയും പ്രണയം തോന്നുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നിയത്. അത് ജാസ്മിൻ പറയുന്നത് ശരിയാണ്. അതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കാനും അല്ലെങ്കിൽ അവർ ചെയ്തത് വലിയ അപരാധമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അവരങ്ങനെ ഒരു സ്ഥലത്ത് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി എത്തപ്പെടുന്നു. അവിടെ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ മറ്റൊരാളോട് ഒരു ഇഷ്ടം തോന്നിപ്പോവാണ്. കാരണം ആ വ്യക്തി ജാസ്മിൻ തന്നെ പറയുന്നതനുസരിച്ച് അവിടെ ജാസ്മിന് നേരെ ആര് എതിർത്താലും അല്ലെങ്കിൽ ജാസ്മിനെ കുറ്റപ്പെടുത്തി ആര് വന്നാലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആൾ ഈ പറയുന്ന ഗബ്രിയാണ്. അങ്ങനെ ഒരു ജാസ്മിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവിടെ നിന്നിട്ടുള്ള ജാസ്മിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളോട് തോന്നിയ ഒരു ഇഷ്ടം അതൊരു ഘട്ടത്തിൽ പ്രണയമായിട്ട് മാറിയിട്ടുണ്ടാകാം എന്നാണ് ജാസ്മിനും സമ്മതിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് ശരിയുമായിരിക്കാം. അത് പുറത്തെ റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ പോലും മറ്റൊരാളോട് ഒരു ഇഷ്ടം തോന്നുന്നതിന് പല ഘടകങ്ങളുണ്ട്. അവിടെ ഈ പറയുന്ന ഗബ്രിയുടെ അത്രയും സപ്പോർട്ട് ജാസ്മിന് കിട്ടിയിട്ടായിരിക്കാം അങ്ങനൊരു ഇഷ്ടം തോന്നിയത്. പക്ഷെ അതിനകത്ത് ജാസ്മിൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പ്രവൃത്തി പുറത്തെ റിലേഷൻഷിപ്പിലുള്ള ആളെയും ബാധിച്ചിട്ടുണ്ടാകാം. പിന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് തീരുമാനിക്കാം, അവർക്ക് തീർക്കാം. അത് അവരുടെ മാത്രം കാര്യമാണ്. അതിനകത്തൊരു പരിധി വിട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ നടന്ന വിഷയങ്ങളായതുകൊണ്ട് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ടാണ് അവതാരകൻ ഓരോ ചോദ്യങ്ങളും ജാസ്മിനോട് ചോദിച്ചത്. ജാസ്മിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ന്യായീകരിച്ചത് കൊണ്ടോ പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമില്ല. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ജാസ്മിൻ തന്നെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട കണ്ടന്റുകളാണ് അവർ ഔട്ട് കൊടുക്കുന്നത്. ഇതിനേക്കാൾ മോശമായ പ്രവൃത്തികൾ അവിടെ നടന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ അവരത് ഔട്ട് കൊടുത്താലല്ലേ അത് കാണുള്ളൂ. ചിലപ്പോൾ ജാസ്മിനേക്കാൾ മോശമായിട്ട് വൃത്തിയില്ലാത്ത ആൾക്കാർ അതിനകത്തുണ്ടാകും. അത് അവർ ഔട്ട് കൊടുത്താലേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് എന്താണോ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജാസ്മിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ട് അത് പുറത്ത് വിവാദവും ചർച്ചയും ഒക്കെ ആയി, അത്രേ ഉള്ളൂ. പിന്നെ ജാസ്മിൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, പേയ്മെന്റ് വാങ്ങി അവിടെ നിൽക്കുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ജാസ്മിനും സമ്മതിക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ ഈ ഷോയെക്കുറിച്ചും ഇതിന്റെ കോണ്ടന്റുകൾ എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാം. മാത്രമല്ല ഗബ്രിയോടുള്ള ആ റിലേഷൻഷിപ്പ് അത് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. അത് പ്രണയമാണ് എന്നൊന്നും അല്ല ജാസ്മിൻ പറയുന്നത്. ഒരിക്കലും ഗബ്രി എന്നെയോ ഞാൻ ഗബ്രിയെയോ ഇട്ടുകൊടുക്കില്ല എന്നാണ് ജാസ്മിൻ ആ ഇന്റർവ്യൂവിലും പറയുന്നത്. അവർ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ റസ്മിൻ അവരുടെ ഒരു കോമൺ ഫ്രണ്ടാണ് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാകണമെന്നില്ല. അത് അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. എൻ്റെ അടുത്ത് പലരും അതിനകത്ത് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടമാണെന്ന് സമ്മതിച്ചാൽ തീരാവുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ സമ്മതിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം അത് നടക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഇഷ്ടം തുറന്നു പറയാതെ അത് പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവതാരകൻ പിന്നീട് ഒരിക്കൽ ജാസ്മിൻ ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നല്ലോ, അപ്പോൾ ഗബ്രി പിടിതരാതെ മാറിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാസ്മിനും അതിൽ നിന്ന് വഴുതി അങ്ങ് പോയി ആ ടോപ്പിക്കിൽ നിന്ന്. നമുക്കറിയാം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ഗബ്രി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് റസ്മിനും ജാസ്മിനും കൂടെ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഗബ്രിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി നമ്മളെ സൈക്കോളജിസ്റ്റ് അണ്ണനാണ്. അതായത് ഗബ്രി പോയിട്ട് സൈക്കോളജിസ്റ്റിലെ കാണുകയാണ്. അതായത് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മൂപ്പർ അവിടെ ഇരുന്നുകൊണ്ട് ബോസറിനെ എഴുതി കൊടുത്ത ഒരു ഡയലോഗ് അങ്ങ് പറഞ്ഞു കൊടുത്ത്, ക്ലാരിറ്റി ഇല്ലായ്മയാണ് മോനെ നിന്റെ ക്ലാരിറ്റി, നീ അങ്ങനെ അങ്ങ് പറഞ്ഞു. പാവം ഗബ്രി ഇതും കേട്ടും കൊണ്ട് ആ സീസൺ അവസാനിക്കുന്നത് വരെയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. അതായത് ഇതിനകത്തൊരു ക്ലാരിറ്റി വേണമെന്നില്ല, ചില വിഷയങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന വിഷയങ്ങളിൽ ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി. അങ്ങനെ പറഞ്ഞ് ആ രീതിയിലേക്ക് ഇവർ ഇതിനെ കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും പിന്നീട് വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ കാര്യമാണ്. പാവം ഗബ്രി ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലങ്ങ് എടുത്തു. പക്ഷേ ഓഡിയൻസിന് വേണ്ടിയിരുന്നത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിലേ ഓഡിയൻസിന് ഒരു വിഷയത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഗബ്രിക്ക് അന്നുണ്ടായ തിരിച്ചടിയും. ഒരുപക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഗബ്രി ടോപ്പ് 5 ഉണ്ടായിരുന്നേനെ ഈ കോംബോയൊക്കെ പിടിച്ചിട്ടും. കാരണം ജാസ്മിൻ ടോപ്പ് 5 കോംബോ പിടിച്ചിട്ട് എത്തിയെങ്കിൽ ഗബ്രിക്കും എത്താമായിരുന്നു. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മ തന്നെയായിരുന്നു ഗബ്രിക്ക് അന്ന് തിരിച്ചടിയായതെന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.